വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം കുറച്ചധികം ദിവസമായില്ലേ ഞാൻ വീഡിയോ എടുത്തിട്ട്. അതിനുള്ള റീസൺസ് ഒക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. മെയിൻലി നിങ്ങൾ ടൈറ്റിലിൽ തന്നെ വായിച്ചിട്ടുണ്ടാവും, എ ചേഞ്ച് ഇൻ മൈ ലൈഫ് സ്റ്റൈൽ ഓർ ദി തിങ്സ് ദാറ്റ് ഐ ഡിഡ് ഫോർ മൈ സെൽഫ്. അതാണ് ഇന്നത്തെ നമ്മളുടെ മെയിൻ ടോപ്പിക്. ഞാൻ എൻ്റെ ഈ ബുക്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, മറക്കാണ്ട് നിങ്ങളോട് പറയാനായിട്ട്. അപ്പം ഞാനിതൊരു 5 കാര്യങ്ങളായിരിക്കും മെയിനായിട്ടും പറയുന്നത്. ആൻഡ് ദിസ് ഈസ് കംപ്ലീറ്റ്ലി എ ചോയ്സ് വിച്ച് ഐ മെയ്ഡ്. അല്ലാണ്ട് ഇത് നിങ്ങൾ ചെയ്യണം എന്നോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ. പക്ഷേ എനിക്ക് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഉണ്ടായ കുറച്ച് സന്തോഷവും അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ കൂടിയാണ്. അപ്പം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും മാത്രം ഇതൊക്കെ ചെയ്യുക. നോബഡി ഷുഡ് ഫോഴ്സ് യു ടു ചേഞ്ച് യുവർ ലൈഫ് സ്റ്റൈൽ ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. സോ അതുകൊണ്ട് തന്നെ ഞാനിത് ആരും എന്നോട് പറഞ്ഞിട്ട് ചെയ്ത കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, എനിക്ക് തന്നെ തോന്നിയിട്ട് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് ഓഫ് ആദ്യത്തെ കാര്യം എന്താ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഞാൻ ചെയ്തു തുടങ്ങിയിട്ട് ഒരു 3 weeks ആയി. അപ്പം 2 weeks ആയിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ 2 weeks ഞാൻ കണ്ടിന്യൂസ്ലി മുടക്കാണ്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ മിസ്സായി പോകുന്നുണ്ടായിരുന്നു. യുനോ ആ ഒരു ക്ലാഷ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് വീഡിയോയും കുറച്ച് ദിവസം സ്റ്റോപ്പ് ചെയ്ത് വെച്ചത്. സോ ഫസ്റ്റ്, ഇൻകോപ്പറേറ്റിംഗ് എ ഹെൽത്തി ഡ്രിങ്ക് ഓർ എ ഗ്രീൻ ഡ്രിങ്ക് ടു മൈ ഡയറ്റ്. ഇത് ഐ ഡോണ്ട് നോ, ഇത് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇതൊക്കെ എങ്ങനെ കുടിക്കും അങ്ങനെ ഇങ്ങനെ. പക്ഷേ ഇത് ആക്ച്വലി കുഴപ്പമില്ല കേട്ടോ. ഇത് സെലറി ജ്യൂസാണ്. ഇത് ഞാൻ ദിവസത്തിൽ ഒരു ദിവസം കുടിക്കും. ഇത് സെലറി എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ സൈഡിലൊരു ഫോട്ടോ ഇടാം. ചിലവർക്ക് എന്താ സംഭവം മനസ്സിലായിട്ടില്ലെങ്കിൽ മാത്രം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, ഇത് ആക്ച്വലി ഒട്ടും വെള്ളമൊന്നും ചേർക്കാത്ത ജ്യൂസാട്ടോ. ഫ്രഷ് സെലറി ജ്യൂസാണ്. നിങ്ങൾ സെലറി ജ്യൂസ് കുടിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഇത് എൻ്റെ ഒരു ഡയറ്റ് ഡൈജഷൻ അങ്ങനത്തെ സംഭവത്തിന് വേണ്ടി ഞാൻ കുടിക്കുന്നതാണ്. ഇന്റേർണലി ഒന്ന് ഡീടോക്സ് ചെയ്യാൻ കൂടിയായിട്ടാണ്. അപ്പം സെലറി ജ്യൂസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുക്കുംബർ ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഒരു ഗ്രീൻ ജ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽത്തി ജ്യൂസ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ഹെൽപ്പ് യു എ ലോട്ട്. സെലറിയുടെ ഗുണങ്ങൾ പറയാനാണെങ്കിൽ സച്ച് എ ഡീടോക്സ്. അത് മാത്രമല്ല ഡൈജഷനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരുപാട് വിറ്റമിൻസ് ഒക്കെ ഉണ്ട്. സോ ഞാൻ കള്ളം പറയല്ല കേട്ടോ, ഞാനിത് ആക്ച്വലി ഒറ്റയടിക്ക് കുടിക്കും. ഐ എം സോ യൂസ് ടു ദ ടേസ്റ്റ്. എനിക്കിപ്പോൾ ഒന്നും തോന്നാറില്ല. അത് ചിലവർക്ക് ഇത് ഒട്ടും ഇഷ്ടമാവില്ല. പക്ഷേ എനിക്കിത് ആദ്യം കുടിച്ചപ്പോൾ തന്നെ എനിക്കൊരു കുഴപ്പമൊന്നും തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഡെയിലി കുടിക്കാൻ തുടങ്ങിയത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, സെലറി ജ്യൂസ് ഹെൽപ്സ് വിത്ത് യുവർ ഡൈജഷൻ. നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും കോൺസ്റ്റിപ്പേഷൻ അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വയറ്റിലുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പം മോസ്റ്റ് ഓഫ് ദി ടൈം വി ഡോണ്ട് ടേക്ക് കെയർ ഓഫ് അവർ സെൽഫ്. നമ്മൾ വിചാരിക്കും വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ, നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ, നമ്മൾ ആവശ്യത്തിന് ഫുഡ് കഴിക്കുന്നുണ്ട് അത് ഇത്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് നന്നായിട്ട് നമ്മളെ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യാനുള്ളൊരു സമയം കൂടിയാണിത്. ഇപ്പം ഞാൻ വീട്ടിൽ ഇരുന്നപ്പം കുറേ മാസങ്ങൾ എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയപ്പോഴത്തേക്കും എന്താ പറയുക, എവിടെ നോക്കിയോ ആവശ്യമില്ലാണ്ട് കുറച്ച് സ്ട്രെസ്സും പ്രഷറും അങ്ങനെ ഇങ്ങനെയൊക്കെ എനിക്ക് വന്നു തുടങ്ങി. അപ്പം I really wanted to take a break. I know for some people it might sound like, oh my god, she just started. What is she even talking about? Like, ഒരു മാസമായിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇത്രയും ചെറിയ കുട്ടിയാണ് ഡിപ്രഷനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെ ഒന്നുമല്ല. ഇൻ എവ്രി വൺസ് ലൈഫ് അറ്റ് സം പോയിന്റ് ഓഫ് ടൈം നമുക്ക് നമ്മളെ തന്നെ ഒരുപാട് പ്രഷറൈസ് ചെയ്യുന്ന പോലെ തോന്നും. എന്താ പറയുക, നമ്മൾ ഓവർഡു ചെയ്യുന്ന പോലെ തോന്നും. ഓർ ലൈക്ക് എക്സ്റ്റേണൽ ആയിട്ടും ഇന്റേണൽ ആയിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ too much happens. So it's always good to take a break. എന്താ പറയുക, don't ever force yourself to do something. നിങ്ങൾക്ക് 100% ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ചെയ്യുക. അതാണ് ഞാൻ മെയിനായിട്ട് 2 weeks ബ്രേക്ക് കഴിഞ്ഞിട്ട് എനിക്ക് നിങ്ങളോട് തന്നെ പറയാനുള്ളത്. സോ ആൻഡ് ഐ എം ഹാപ്പി, ലൈക്ക് ഐ എം റിയലി ഹാപ്പി നൗ. പക്ഷെ ഒരു വീക്ക് അല്ലെങ്കിൽ ഒരു 2 weeks മുന്നേ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത്ര ഹാപ്പി ആയിരുന്നില്ല. എന്താ പറയുക, എവിടെയൊക്കെയോ ഒരു സങ്കടം, എവിടെയൊക്കെയോ ഒരു സ്ട്രെസ്, എവിടെയൊക്കെയോ ഒരു ഡിപ്രഷൻ അങ്ങനെയുള്ള പോലെ എനിക്ക് തോന്നി. സോ ആൻഡ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ആർ വെരി പേഴ്സണൽ. സോ നോബഡി ഷുഡ് ബി ആസ്ക്ഡ് വൈ യു ഹാവ് ഡിപ്രഷൻ ഓർ വൈ യു ഹാവ് സ്ട്രെസ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും, ഇപ്പോൾ ഒരു കുഞ്ഞു കുട്ടിയാണെങ്കിൽ കൂടെ, ലൈക്ക് ഒരു കുഞ്ഞു കുട്ടിയാണെങ്കിൽ കൂടെ മാറി നിന്ന് കരയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുന്ന കാണുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ലുക്ക് ഇൻ ടു ഇറ്റ്. ലൈക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ I don't know, I'm not talking too much about it. So
യു ഓൾ അണ്ടർസ്റ്റുഡ്. ഐ ഹോപ്പ് ഇത് കാണുന്ന എല്ലാവർക്കും എൻ്റെ പോയിന്റ് ക്ലിയർ ആയി ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ദ സെക്കൻഡ് തിങ്, അപ്പോൾ ഈ ഹെൽത്തി ഡ്രിങ്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, സെലറി ജ്യൂസ് തന്നെ മേടിക്കണം എന്നില്ല, കാരണം നാട്ടിലൊക്കെ സെലറി ഒക്കെ കിട്ടാൻ നല്ല പാടാണെന്ന് എനിക്കറിയാം. സോ അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ഫോഴ്സ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഹെൽത്തി ഡ്രിങ്ക്, ലൈക്ക് ടൊമാറ്റോ ജ്യൂസ് ഓ ക്യാരറ്റ് ജ്യൂസ്, എന്തെങ്കിലും ഒരു ഹെൽത്തി ഡ്രിങ്ക് നിങ്ങളുടെ ബോഡിയിൽ ചെല്ലുമ്പോൾ തന്നെ ഇറ്റ് കാംസ് യുവർ ബോഡി സോ മച്ച്. ലൈക്ക് നമ്മളുടെ ബോഡിക്ക് തന്നെ എന്താ പറയുക, ഒരു സെൽഫ് ലവ്, അത്രേ ഉള്ളൂ. പിന്നെ സെക്കൻഡ് കാര്യം എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, അയ്യോ ഇതാണ് ഞാൻ എഴുതി വെച്ചത്, ഞാൻ തന്നെ മറന്നു. എവറി ഡേ വെൻ യു വേക്ക് അപ്പ് ഡ്രിങ്ക് വാട്ടർ. രാവിലെ എണീറ്റ ഉടനെ തന്നെ വെള്ളം കുടിക്കുക. ഇത് എൻ്റെ 2-3 വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വെള്ളം കുടിക്കണതിനെ പറ്റി. പക്ഷേ ഇതല്ല, ദിസ് ഇസ് സംതിങ് ഡിഫറെൻറ്റ്. രാവിലെ കണ്ണ് തുറക്കുമ്പോൾ തന്നെ എണീറ്റ ഉടനെ തന്നെ പല്ല് പോലും തേക്കാണ്ട്, ഈവൻ ബിഫോർ ബ്രഷിങ് ആ ടീത്ത്, ഡ്രിങ്ക് വാട്ടർ. ഫോർ സം പീപ്പിൾ ഇത് കേൾക്കുമ്പോൾ അത്ര രസമായിട്ട് തോന്നില്ല. പല്ല് തേക്കുന്നതിന് മുന്നേക്ക് ഒന്നും കുടിക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല. പക്ഷെ നിങ്ങൾ ചായ കുടിക്കില്ലേ, അതുപോലെ തന്നെ ചായ കുടിച്ചാലും കുഴപ്പമില്ല കേട്ടോ, വെള്ളം കുടിക്കുക. ഇതിന് ആക്ച്വലി ഒരു സയൻറ്റിഫിക് റീസണിങ് വരെ ഉണ്ട്. നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജാപ്പനീസ് വാട്ടർ തെറപ്പി എന്ന് പറഞ്ഞാൽ അടിച്ചു നോക്കിയാൽ മതി. ജാപ്പനീസ് വാട്ടർ തെറപ്പി കുറച്ചും കൂടി ഇൻറ്റൻസ് ആണ്. ഐ എം നോട്ട് ടെല്ലിങ് എനിത്തിങ് ഇൻറ്റൻസ് ലൈക്ക് ദാറ്റ്. ഞാൻ രാവിലെ എണീക്കുമ്പം ഒരു 2 കപ്പെങ്കിലും, മിനിമം 2 കപ്പെങ്കിലും വെള്ളം കുടിക്കാൻ നോക്കും. കപ്പ് ആസ് എൻ ഗ്ലാസ്, 2 ഗ്ലാസ്സിന് വെള്ളം കുടിക്കാൻ നോക്കും. ഇപ്പം ഞാൻ 2-ൽ കൂടുതൽ കുടിക്കുന്നുണ്ട്. ഇനിഷ്യലി എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഫസ്റ്റ് ഡേ ഒക്കെ ഐ വാസ് ലൈക്ക് അയ്യോ എനിക്ക് എന്താ പറയുക, ഒറ്റയടിക്ക് അങ്ങനെ നമുക്ക് കുടിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ടൈം എടുത്ത് കുടിക്കുക. കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ, വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ പല്ല് തേക്കേണ്ട ആവശ്യമില്ല, ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല. യു ഹാവ് ടു ഗിവ് 45 മിനിറ്റ്സ് ഗ്യാപ്പ്. അതാണ് എൻ്റെ മെയിൻ സംഭവം. അതായത് ഒരു 40 to 45 മിനിറ്റ്സ് ഗ്യാപ്പ് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ എണീറ്റ ഉടനെ തന്നെ നിങ്ങളൊന്ന് വെള്ളം കുടിക്കുക, നിങ്ങളുടെ കാര്യമൊക്കെ ചെയ്യുക. എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നടക്കി കിടക്കി ഇരിക്കുക, എക്സസൈസ് ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 45 മിനിറ്റ്സിന് ശേഷം നിങ്ങൾ ഭക്ഷണം കഴിക്കുക. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ നാച്ചുറൽ ഡീടോക്സിഫയർ. നിങ്ങളുടെ ബോഡിയിലുള്ള എന്താ പറയുക, വെള്ളം നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് പണ്ട് തൊട്ടേ ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്. ഇറ്റ്സ് കോൾഡ് ജാപ്പനീസ് വാട്ടർ തെറപ്പി. യു ക്യാൻ സെർച്ച് ഓൺലൈൻ. പക്ഷേ ജാപ്പനീസ് വാട്ടർ തെറപ്പിയിൽ ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭക്ഷണത്തിന് മുന്നേ വെള്ളം കുടിക്കാൻ പാടില്ല, ഭക്ഷണത്തിന് ശേഷം വെള്ളം കുടിക്കാൻ പാടില്ല, അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്. ഇഫ് ഐ എം ഡൂയിങ് ദാറ്റ്, ഇനി കമ്മിങ് ഡേയ്സിൽ ഞാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ തന്നെ ഉണ്ടാക്കാം. പക്ഷെ ഞാനിപ്പോൾ തൽക്കാലം അത്ര ഇൻറ്റൻസ് ആയിട്ട് ചെയ്തു തുടങ്ങിയിട്ടില്ല. ഐ ജസ്റ്റ് ഡ്രിങ്ക് വാട്ടർ ഏർലി മോർണിംഗ് എണീക്കുമ്പോൾ തന്നെ. ഇറ്റ് ഈസ് സോ ഗുഡ്. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ലൈക്ക് നമ്മളുടെ ബോഡിയിലുള്ള ടോക്സിൻസ് ഒക്കെ പോകും എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് യു വിത്ത് എ ഗുഡ് ലൈഫ് സ്റ്റൈൽ ആൻഡ് ക്ലിയർ സ്കിൻ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതാണ് എൻ്റെ മെയിൻ ഫോക്കസ്. പക്ഷേ അങ്ങനത്തെ ഒരു റിസൾട്ടൊന്നും ആയിട്ടില്ല. ബിക്കോസ് ഞാൻ തുടങ്ങിയിട്ട് ഇപ്പം 1-2 ആഴ്ചയായിട്ടുള്ളൂ. വാട്ടറിൻ്റെ കാര്യത്തിൽ ഞാൻ രാവിലെ എണീറ്റ് കുടിക്കൽ 1-2 ആഴ്ചയായിട്ടുള്ളൂ. സോ ഐ കാൻ ടെൽ എനിത്തിങ്. ഐ നീഡ് അറ്റ്ലീസ്റ്റ് 1 or 2 months ടു നോ എ റിസൾട്ട്. അതുകൊണ്ട് അത് ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ യു ഹാവ് ടു ട്രൈ ദിസ്. ഇറ്റ്സ് സോ ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് തിങ് കഴിഞ്ഞു. ഇനി തേർഡ് തിങ് പിന്നെ സെക്കൻഡ് തിങ്ങിൽ തന്നെ ഈ രാവിലെ മാത്രമല്ല കേട്ടോ വെള്ളം കുടിക്കേണ്ടത്. കണ്ടിന്യൂസ് ആയിട്ട് എപ്പം ദിവസത്തിൽ ഒരു 3 liters or 2.5 liters വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കാൻ നോക്കുക. 2.5 മതി, അത്രയെങ്കിലും നന്നായിട്ട് കുടിക്കാൻ നോക്കുക കേട്ടോ. പിന്നെ തേർഡ് തിങ് ഇസ് എക്സസൈസ്. ഐ നോ ദിസ് ഇസ് എന്താ പറയുക, എല്ലാവരും പറയുന്ന കാര്യമാണ് എക്സസൈസ്. ഞാൻ പേഴ്സണലി ഒരു ഫിറ്റ്നസ് ജങ്കിയോ അങ്ങനെ ഒന്നുമല്ല. ഇപ്പം നിങ്ങൾ എന്നെ കാണുമ്പോൾ വിചാരിക്കും ഈ കൊച്ചെന്തിനാ എക്സസൈസൊക്കെ ചെയ്യുന്നത്. ഞാൻ എക്സസൈസ് ചെയ്യാറില്ല. ബട്ട് ഐ ഡു സം കൈൻഡ് എന്താ പറയുക, ഒരു എന്താ പറയുക, ഓട്ടോ ചാട്ടോ ഡാൻസോ അങ്ങനെ എന്തെങ്കിലും. ലൈക്ക് ദാറ്റ്സ് വാട്ട് ഐ മെന്റ്. യു ഡോണ്ട് ഹാവ് ടു necessarily do exercise to lose weight or to gain weight or to gain muscle. അങ്ങനെ ഒന്നുമുള്ള എക്സസൈസ് അല്ല ഞാൻ അത് ഉദ്ദേശിച്ചത്. അതൊക്കെ ഫോർ പീപ്പിൾ ഹു വോണ്ട് ടു ലൈക്ക് നിങ്ങൾക്ക് തടി കുറക്കണം എന്ന് ആഗ്രഹമുള്ളവർ എക്സസൈസ് ചെയ്യുക, അതൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനത്തെ രീതിയിലല്ല എക്സസൈസ് ചെയ്യുന്നത്. ഐ ഡോണ്ട് വോണ്ട് ടു ലൂസ് വെയ്റ്റ് ഓർ ഗെയിൻ വെയ്റ്റ്. ഐ എക്സസൈസ് ആസ് എന്താ പറയുക, ഒരു നമ്മളുടെ ബോഡീനെ തന്നെ ഒന്ന് കുറച്ച് സ്ട്രെങ്തൻ ചെയ്ത് വെക്കാൻ വേണ്ടിയുള്ളൊരു എക്സസൈസ്. അതായത് നമ്മൾ വീട്ടിലിരിക്കല്ലേ ഫുൾ ടൈം, അപ്പോൾ ഒരു ബോഡി അങ്ങ് വീക്കായി പോരുതല്ലോ. നമുക്ക് ഇനിയും അത്യാവശ്യമുള്ളതല്ലേ എല്ലാ മസിൽസ്, ജസ്റ്റ് ടു കീപ് ദ മസിൽസ് വർക്കിംഗ്. അതാണ് അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ എല്ലാത്തരം എക്സസൈസ് അങ്ങനെ ഒന്നും ചെയ്യില്ല. ഐ ഡു ലൈക്ക് മേ ബി ഫ്യൂ സ്ക്വാട്സ് ഓർ ലൈക്ക് എന്തെങ്കിലും ലൈക്ക് പ്ലാങ്സോ അങ്ങനെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ ചെയ്യുള്ളൂ.
പിന്നെ ഞാൻ മെയിനായിട്ടും എക്സസൈസിനെല്ലാം കൂടുതൽ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്തെങ്കിലും പാട്ട് ലൈക്ക് ടി വിയിൽ ഇട്ടിട്ട് ഡാൻസ് കളിക്കും. ഓർ ഐ വാച്ച് സം ഡാൻസ് വീഡിയോ ആൻഡ് ട്രൈ ടു പ്രാക്ടീസ് ഇറ്റ്. അപ്പം അതും ഭയങ്കര നല്ലൊരു കാര്യമാണ്. ഇഫ് യു ആർ സംബഡി ഹൂ ക്യാൻ ഡാൻസ് ഓർ ഹൂ ലൈക്സ് ടു ഡാൻസ്, ട്രൈ ആൻഡ് ഡു ഇറ്റ്. ഇറ്റ്സ് സോ ഗുഡ്, ഇറ്റ് ഫീൽസ് സോ ഗുഡ്. ഞാൻ ഡാൻസിനെ പറ്റി പറഞ്ഞപ്പോഴാണ്, ഞാൻ ഇതുവരെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഡാൻസ് പോസ്റ്റ് ഇട്ടിട്ടില്ല. ഞാൻ ഡാൻസിൻ്റെ സ്റ്റോറീസ് ഒക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട്, പക്ഷെ പോസ്റ്റ് ഒന്നും ഇതുവരെ ഇട്ടിട്ടില്ല. പക്ഷേ എനിക്ക് തന്നെ ഒരു സന്തോഷം തോന്നിയിട്ട് ഞാൻ ഈ ഇടക്ക് കുറച്ച് ദിവസങ്ങൾ മുന്നേ ഒരു പോസ്റ്റ് ഇട്ടു ഡാൻസിൻ്റെ. ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം പോയി നോക്കുക. എൻ്റെ ഇൻസ്റ്റഗ്രാമിലാണ്, മിക്കവരും കണ്ടിട്ടുണ്ടാവും, ഇൻസ്റ്റയിൽ നിന്ന് കാണുന്നവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും. ആൻഡ് ഐ വാസ് സോ ഹാപ്പി, ലൈക്ക് ഐ ഡിഡ് ഫോർ മൈ സെൽഫ്. അത് ലൈക്ക് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയായിട്ട് ഞാൻ ചെയ്തൊരു ഡാൻസും കൂടിയാണത്. സോ ഐ വാസ് സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. അപ്പം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്കിഷ്ടമുള്ളത് നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യമായിരിക്കും, പക്ഷെ ഇപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ കാലത്ത് നമ്മൾ ചെയ്യാൻ മറന്നുപോയ കാര്യങ്ങളായിരിക്കും അതൊക്കെ. സോ ഐ വാസ് ജസ്റ്റ് റീലിവിങ് ഓൾ ദോസ് അതാണ് മെയിൻ എൻ്റെ ഒരു സംഭവം. പിന്നെ എക്സസൈസ് എന്ന് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ എനി ഫിസിക്കൽ ആക്ടിവിറ്റി ഈസ് ഫൈൻ. ലൈക്ക് യു ക്യാൻ ഡു യോഗ, യു ക്യാൻ മെഡിറ്റേറ്റ്, യു ക്യാൻ സിറ്റ് സംവെയർ ലൈക്ക് എന്താ പറയുക, സൈലൻ്റ് ആയിട്ട് ഒരു റൂമിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് നേരം ബ്രീത് ഇൻ ബ്രീത് ഔട്ട്. ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ഈ ഒരു കാലത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫാസ്റ്റ് മൂവിങ് വേൾഡ് ആൻഡ് എവറിതിങ് ഇസ് ലൈക്ക് നമ്മുടെ ചുറ്റും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇഫ് യു ഫർഗെറ്റ് ടു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്, നോബഡി എൽസ് ഇസ് ഗോയിങ് ടു ഡു ദാറ്റ് ഫോർ യു. അപ്പം ജസ്റ്റ് ഡോണ്ട് ഫർഗെറ്റ് ടു ഡു ദാറ്റ്. അപ്പം അത്രേ ഉള്ളൂ. എന്താ, നമ്മുടെ റൂമിൽ ഇരിക്കുമ്പോഴാണെങ്കിലും ജസ്റ്റ് ഒരു ദിവസത്തിൽ ഒരു 10 മിനിറ്റോ ഒരു 5 മിനിറ്റോ കണ്ണടച്ച് ഒരു യോഗ ഒന്നും എനിക്കറിയില്ല കേട്ടോ, എന്നാലും വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ബ്രീത് ഇൻ ബ്രീത് ഔട്ട്, ലിസൺ ടു മ്യൂസിക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. മെഡിറ്റേറ്റ്, സ്കിപ്പിംഗ് ചെയ്യുക, അല്ലെങ്കിൽ ജംപ്, വാക്ക്, ഗോ ഔട്ട് സൈഡ് ആൻഡ് ടേക്ക് എ വാക്ക് ഫോർ ലൈക്ക് 5 മിനിറ്റ്സ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക. ഇപ്പം ഞാൻ ഇത് പറയാനുള്ള കാര്യം, ഇപ്പം മിക്കവരും ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരായിരിക്കും. ദേ ലൈക്ക് വി ഓൾറെഡി ഹാവ് എനഫ് ടു ഡു. ഇനി കൊച്ചായിട്ട് അധികം ഞങ്ങളുടെ ജോലി കൂട്ടണ്ട എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം, അത് എൻ്റെ പ്രായക്കാരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോഴും നിങ്ങൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ യു ഹാവ് ടു ഡു സംതിങ് ഫോർ യുവർ സെൽഫ് സോ ദാറ്റ് യു ആർ മോർ ഹാപ്പി ദെൻ വാട്ട് യു ആർ റൈറ്റ് നൗ. നമ്മൾ എന്തെങ്കിലും നമുക്ക് വേണ്ടി തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടും. ഞാൻ വെറുതെ പറയല്ല, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണ്. ഞാനിപ്പോൾ day 1 ഇത് വന്ന് നിങ്ങളോട് പറയുന്നെങ്കിൽ you guys will be like, you just started, you can't tell anything, but it's been 3 weeks, it's only been 3 weeks, but I'm still going to continue. ഇതെന്തായാലും എനിക്ക് കണ്ടിന്യൂ ചെയ്യണം, കാരണം എനിക്കിത് സന്തോഷം തരുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് ഇത് കേൾക്കുന്ന ആരെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ തുടങ്ങണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് തോന്നിയിട്ട് നിങ്ങൾ തുടങ്ങിയാൽ മതി കേട്ടോ. ഇന്ന് തുടങ്ങണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഒരു വർഷം കഴിഞ്ഞ് തുടങ്ങിയാലും കുഴപ്പമില്ല. പക്ഷേ ജസ്റ്റ് കീപ്പ് ഇൻ ദ ബാക്ക് ഓഫ് യുവർ ഹെഡ്, ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഡു സംതിങ് ഫോർ യുവർ സെൽഫ്. പിന്നെ അടുത്ത കാര്യം, ഈ എക്സസൈസ്, ഡീടോക്സ്, വെള്ളം കുടിക്കുക, ഇത് അതിൻ്റെ ഇടയ്ക്ക് there is one more thing. Do things that you love, whether it's watching Netflix or playing a video game or calling your best friend, something that you might have missed out. നമ്മൾ ഇനിഷ്യലി ഈ ലോക്ക്ഡൗണിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. എന്താ പറയുക, നെറ്റ്ഫ്ലിക്സ് കാണാൻ. ഞാനാണെങ്കിലും ഈ ലോക്ക്ഡൗണിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഐ വാസ് ലൈക്ക് വീട്ടിൽ ഇരുന്നാൽ മതിയല്ലോ, ഒരു സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ മതിയത്. പക്ഷേ ആസ് ഡേയ്സ് പാസ് ബൈ, ഓരോ ദിവസം കഴിയും തോറും മൈ ആൻസൈറ്റി സ്റ്റാർട്ടഡ് ഇൻക്രീസിങ്. ലൈക്ക് എവിടെ നോക്കിയോ, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇത് വന്നു, ഒരു ലൈക്ക് എൻ്റെ മനസ്സിൽ തന്നെ ഇങ്ങനെ ഇനി ഇങ്ങനെ ആയിരിക്കുമോ ലൈഫ്, ഇങ്ങനെ ആയിരിക്കുമോ, കുറേ നാളത്തേക്ക് ഇങ്ങനെ ആയിരിക്കുമോ, ഇതൊക്കെ ആലോചിച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സിനെ ഇനി കാണാൻ പറ്റില്ലേ, ഇനി എപ്പോൾ കാണും, അവരായിട്ട് എപ്പോൾ മീറ്റ് ചെയ്യും. സോ ദോസ് തിങ്സ് റിയലി സ്റ്റാർട്ടഡ് എഫക്റ്റിങ് മീ. അങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ഒരു ബ്രേക്ക് എടുക്കാൻ തന്നെ കാരണം അതുകൊണ്ടാണ്. ലൈക്ക് ഫുൾ ടൈം എനിക്കിങ്ങനെ ഒരു ആൻസൈറ്റി, ഒരു സ്ട്രെസ്സ് പോലെയൊക്കെ തോന്നി തുടങ്ങി. അപ്പം ഞാൻ പണ്ട് ചെയ്തോടുന്ന എനിക്ക് നെറ്റ്ഫ്ലിക്സ് എൻ്റെ ഫോണിൽ എന്തൊക്കെ കൂടി ഞാൻ നെറ്റ്ഫ്ലിക്സ് കാണാറില്ല. സോ വേറെ കുറേ കാര്യങ്ങളിലായി ചിന്ത, വെറുതെ കുറേ ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങി. സോ ഐ വാസ് ലൈക്ക് ആക്ച്വലി ഇനിഷ്യലി എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, കാരണം ഇനിഷ്യലി വി വർ ഹാവിങ് എ ഹോപ്പ്. പക്ഷെ ഓരോ ദിവസം കൂടുന്തോറും ആ ഹോപ്പ് കുറഞ്ഞു വരാൻ തുടങ്ങി. അപ്പോഴാണ് ഐ വാസ് ലൈക്ക്, ഞാൻ പണ്ട് വീഡിയോ ഗെയിം കളിക്കാറ്, ഇവിടെ ഒരു എക്സ്ബോക്സ് ഉണ്ട്, അതൊന്നും തൊടാറ് കൂടിയില്ല ഇപ്പോൾ. ലൈക്ക് ജസ്റ്റ് തമാശക്കാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാറുള്ളൂ, അത് ചെയ്യാറില്ല. കുറച്ച്
ആഴ്ചകൾ മുന്നേ വരെയും കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കുമായിരുന്നു. ഇപ്പം അതും കളി ഭയങ്കര കുറഞ്ഞു. സോ മീൻസ് ലൈക്ക് ഞാൻ എന്തുകൊണ്ട് അതൊക്കെ നിർത്തിയ, ലൈക്ക് എന്തുകൊണ്ട് എൻ്റെ പഴയ ഇഷ്ടമുണ്ടായിരുന്ന കാര്യങ്ങൾ പയ്യെ പയ്യെ നിർത്തി തുടങ്ങി. സോ ഇപ്പം ഞാൻ കുറച്ചും കൂടെയൊക്കെ നെറ്റ്ഫ്ലിക്സ് കണ്ടിരുന്ന് ടൈം കളയും എന്ന് അങ്ങനെയൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്നാലും ടൈം കളയും. എന്നാലും ഐ ഫൊഗോട്ട് ദ തിങ്സ് ദാറ്റ് ഐ യൂസ് ടു ഡു. സോ അതുപോലെ തന്നെയാണ് ഈ ഡാൻസിൻ്റെ കാര്യം. ഡാൻസ് പണ്ട് ഞാൻ ചെയ്യുമായിരുന്നു, പക്ഷേ പിന്നീടായപ്പം അതിനായിട്ടുള്ള ടച്ചും പോയി, അതും ലൈക്ക് കളിക്കാണ്ട് പോയി. അങ്ങനെയാണ് വീണ്ടും നമ്മൾ പഴയ നമ്മൾക്ക് ഹാപ്പിനെസ് കിട്ടിയിരുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇപ്പം അത് ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റ് തിങ്ക് വാട്ട് യു ഡൂയിങ് ഇൻ ദാറ്റ് ടൈം. എന്താ നമ്മൾ അത് മറന്നു പോകാനുള്ള കാരണം എന്താ? ഞാൻ പണ്ട് വെറുതെ പുറത്തേക്ക് നോക്കിയിരിക്കുമായിരുന്നു, അതുപോലും ഇപ്പം ചെയ്യാറില്ല. സോ some things are changing us, so maybe it's time to look back. It's okay to look back and see what made you happy. അപ്പോൾ അതൊക്കെ ചെയ്യുക. എനിക്കിപ്പോൾ അത്ര ബോറടിയില്ല. കുറച്ച് ആഴ്ചകൾ മുന്നേ ഞാനിങ്ങനെ എനിക്ക് ബോറടിക്കണം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചത്. അത് കൂടുതൽ എനിക്ക് കൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. പക്ഷെ ഇപ്പം അത് അത്ര വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല. സോ ഒരു കുറച്ച് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം. നമ്മളുടെ മനസ്സിനെ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യാൻ നോക്കുക. യെസ്, അപ്പം വി കം ടു ദ ലാസ്റ്റ് പോയിന്റ്, ഫിഫ്ത്ത് വൺ. ഇത് കംപ്ലീറ്റ്ലി ഒരു പേഴ്സണൽ ചോയ്സ് ആണ്. ഇത് അഗൈൻ ഐ എം സേയിങ്, ഇത് നിങ്ങൾ ചെയ്യണം എന്നുള്ള ഇതിലല്ല ഞാൻ പറയുന്നത്. ഞാൻ ചെയ്തിട്ട് എനിക്ക് ഒരു റിസൾട്ട് എന്നല്ല, ഒരു ഇത് പ്രശ്നം തോന്നാഞ്ഞുകൊണ്ട് ഞാൻ പറയുന്ന കേട്ടോ. കട്ടിങ് ഡൗൺ ഓൺ ഷുഗർ ആൻഡ് ഡയറി. ഇത് ഞാൻ മെയിൻലി ചെയ്തത് ഫോർ മൈ ഓൺ പേഴ്സണൽ റീസൺസ്, ഫോർ മൈ സ്കിൻ ആൻഡ് ഫോർ മൈ ബോഡി. അതാണ് മെയിനായിട്ടും. കാരണം എനിക്ക് സ്ട്രെസ് വന്ന് അപ്പോൾ ഐ സ്റ്റാർട്ട് ബ്രേക്കിംഗ് ഔട്ട്. ലൈക്ക് എനിക്ക് കുരു വരുന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ടോപ്പ് റീസൺ ഇസ് സ്ട്രെസ് കാരണം ഐ ബ്രേക്ക് ഔട്ട് എ ലോട്ട്. അപ്പം മെയിനായിട്ടും ഈ ഷുഗറും പിന്നെ വെറുതെ ഇരുന്ന് നമ്മൾ കുറേ കഴിക്കുമല്ലോ, ബിസ്ക്കറ്റ്സും അതും ഇതും ഇങ്ങനെ കഴിച്ച് ഐ ഫൊഗോട്ട് ദ ഫാക്ട് ദാറ്റ് മൈ ബോഡി ഈസ് ട്രൈങ് ടു ടെൽ മീ സംതിങ്. ഇങ്ങനെ കുരു വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം മൈ ബോഡി ഈസ് ട്രൈങ് ടു ടെൽ മീ ലൈക്ക് കുറച്ച് മാസങ്ങൾ മുന്നേ ഇല്ലാതെ കുരു പെട്ടെന്ന് തിരിച്ച് വരുന്നുണ്ടെങ്കിൽ ദർ സം പ്രോബ്ലം ഇൻസൈഡ്. ഇതിപ്പം എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒന്നുമല്ല, കാരണം ഞാൻ പുറത്തു പോകുന്നില്ല എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആവാൻ വേണ്ടി. സോ ഇറ്റ്സ് മെയിൻലി എൻ്റെ ഇൻറ്റേർണലി വരുന്ന ഓരോരോ പ്രോബ്ലംസ് ആണ്. അപ്പം ഞാൻ ഐ കട്ട് ഡൗൺ ഓൺ ഷുഗർ. ഞാനിപ്പം 3 ആഴ്ചയായിട്ട് ഷുഗർ കഴിച്ചിട്ടില്ല. എന്ന് പറഞ്ഞ് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല എന്നല്ല, ചെറുതായിട്ട് അമ്മ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ ഐ ടേസ്റ്റ് ഇറ്റ്. പക്ഷെ അതും ഒരു കുഞ്ഞ് ബൈറ്റ്. പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു കേക്കൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്ത് ഇങ്ങനെ കഴിച്ചോണ്ടേ ഇരിക്കും. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒരു കുഞ്ഞ് ബൈറ്റ് എടുക്കും, ആഹാ ഓക്കെ, അത്രേ ഉള്ളൂ. സോ ഐ കട്ട് ഡൗൺ ഓൺ ഷുഗർ ആൻഡ് ഡയറി. ഐ ഡോണ്ട് ഡ്രിങ്ക് ടീ ഓർ കോഫി എനിമോർ. കഷ്ടപ്പാടാണ് മക്കളെ, കഷ്ടപ്പാടാണ്. പക്ഷേ ഇറ്റ്സ് സോ വർത്ത് ഇറ്റ്. ഐ എം ഹാപ്പി. ഐ എം ടോട്ടലി ഫൈൻ വിതൗട്ട് കോഫി. I drink my green juice. I drink a lot of water. I drink fruit juice. I drink fruit juice എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. വാട്ടർമെലൺ, അങ്ങനെ വെള്ളമുള്ള ഒരുപാട് കണ്ടിട്ടുള്ള കുറേ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ തുടങ്ങി. അപ്പം അതും എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല. സോ കട്ടിങ് ഡൗൺ ഓൺ ഷുഗർ ആൻഡ് ഡയറി ഇസ് കംപ്ലീറ്റ്ലി ഫൈൻ ഫോർ മീ. ബട്ട് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇഫ് യു ആർ സമൺ ഹൂ സഫറിങ് ഫ്രം ആക്നി ഓർ സംതിങ്, നിങ്ങൾക്ക് ഒന്ന് നിങ്ങളുടെ ഡയറ്റ് ഒന്ന് നോക്കുക. ലൈക്ക് ഡയറ്റ് ആസ് ഇൻ നിങ്ങളുടെ ഫുഡ് ഇൻടേക്ക് ഒന്ന് നോക്കുക. ഫുഡിൻ്റെ പ്രശ്നം കൊണ്ടാണോ ഇൻറ്റേർണലി ഉള്ള പ്രശ്നമാണോ എന്ന് നോക്കുക. ഡൈജഷൻ പ്രോബ്ലംസ് എന്തെങ്കിലും കുരു വരാൻ ചാൻസ് ഉണ്ട്. ദെൻ ദർ ആർ സോ മെനി അതർ ഫാക്ടേഴ്സ് ലൈക്ക് ഹോർമോണൽ പ്രോബ്ലംസ് ആൻഡ് ഓൾ. അത് ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഇറ്റ് ബിക്കോസ് ഐ എം നോ വൺ ടു ടോക്ക് അബൌട്ട് ഇറ്റ്. അതെന്തായാലും നിങ്ങളുടെ ഡോക്ടർ തന്നെ നിങ്ങളോട് പറയേണ്ട കാര്യങ്ങളാണ്. ബട്ട് പെട്ടെന്ന് സഡനായിട്ട് നിങ്ങൾക്ക് കുരുവൊക്കെ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഫുഡ് കഴിക്കലൊക്കെ ഒന്ന് നോക്കിയിട്ട് ആ പാറ്റേൺ ഒന്ന് നോക്കുക. ഇത് കഴിച്ചിട്ടാണോ എനിക്ക് വന്നത്? സോ അതൊക്കെ ഒന്ന് കട്ട് ഡൗൺ ചെയ്യാൻ നോക്കുക. ഞാൻ ഒരുപാട് ഷുഗറൊക്കെ കഴിക്കുന്ന ആളായിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെ കഴിക്കാറില്ല. ഐ എം ഫൈൻ. ഐ എം ഡൂയിങ് ഇറ്റ് ഫോർ മൈ സെൽഫ്. നോബഡി ഫോഴ്സ്ഡ് മീ ടു. മൈ പേരൻസ് ആർ ലൈക്ക്, നിനക്ക് വേണമെങ്കിൽ നീ കഴിക്കണ്ട, നിനക്ക് വേണമെങ്കിൽ നീ കഴിച്ചോ, അങ്ങനെയാണ്. സോ ഇറ്റ്സ് അപ് ടു മീ. സോ ഐ ഡിസൈഡഡ് ടു നോട്ട് eat it, so I'm fine. പിന്നെ വേറെ കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ, ഡ്രൈഡ് ഫ്രൂട്ട്സ് ഒക്കെ ഒരുപാട് കഴിക്കുക. അതൊക്കെ ഭയങ്കര നല്ലതാണ്, വിറ്റമിൻസ് ഒക്കെ കിട്ടും. പിന്നെ അതൊക്കെ സ്ട്രെസ്സും ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ടു ടോക്ക് ടു യുവർ ലവ്ഡ് വൺസ്. ഫാമിലി ആവാം, ഫ്രണ്ട്സ് ആവാം, നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ആരോടെങ്കിലും ആവാം. അവരോടൊക്കെ സംസാരിക്കുക. ഗോ ഫോർ എ ഡ്രൈവ്. ഓ മൈ ഗോഡ്, ഐ റീസെൻ്റ്ലി വെൻ ഫോർ എ ഡ്രൈവ്. അതുവരെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വണ്ടി ഓടിച്ചു പോയി.
ആൻഡ് ഐ ഡു ഹാവ് UAE ലൈസൻസ്. സോ ഞാൻ വണ്ടി ഓടിച്ച് പോയി. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായി. പെട്ടെന്നൊരു ചേഞ്ച് വന്ന പോലെ. അപ്പോൾ ഡു തിങ്സ് ദാറ്റ് യു ലവ് ആൻഡ് ഐ ലവ് യു ഗൈസ് സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. അതുപോലെ തന്നെ ഞാൻ വേഗം തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഞാനിപ്പോൾ ഈ ബ്രേക്ക് എടുത്ത കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ടേക്ക് എ ബ്രേക്ക്, റൈറ്റ്? അപ്പം അത്രേ ഉള്ളൂ. ദാറ്റ്സ് അബൌട്ട് ഇറ്റ് ഫോർ ദ വീഡിയോ. ആൻഡ് ഇഫ് യു ഡിഡ് ലൈക്ക് ദ വീഡിയോ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ബെൽ ബട്ടണും കൂടി ഓണാക്കി ഇടാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്നിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ, ലൈക്ക് ഇഫ് യു ആർ സമ്മൺ ഹൂ ഫെൽറ്റ് വാട്ട് ഐ ഫെൽറ്റ്, പ്ലീസ് ടു ലെറ്റ് മീ നോ. അതെനിക്കും എന്താ പറയുക, ഐ എം നോട്ട് അലോൺ ഇൻ ദിസ് എന്നുള്ളൊരു ഫീൽ എനിക്ക് കിട്ടും. So bye guys, take care of yourself, love yourself.